ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഒരു ദിവസത്തെ ഫുള്ളി ഞാൻ കാണിക്കണില്ല കേട്ടോ, ഒരു 9 to 5 ആണ് ഞാൻ കാണിക്കണത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ട് ഞാൻ കർട്ടനും കാര്യങ്ങളൊക്കെ തുറന്നിടുന്നുണ്ട്. പിന്നെ പോയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ, നല്ല ചൂടുള്ള കോഫിയൊക്കെ കുടിക്കാൻ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജൂലൈ ആയിട്ട് ഞാൻ കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനാണ് കേട്ടോ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രസ്റ്റോട് കൂടി ചെയ്തു. അങ്ങനെ ടു ഡു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡേ റീഡിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ബുക്കാണ് ഞാൻ ഇന്ന് വായിക്കണത്. ഇത് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, അപ്പോൾ വായിച്ചു നോക്കാം. ഈ ബുക്ക് ഞാൻ കോളേജ് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. വേറൊരു ബുക്കും കൂടെ ഉണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ബുക്ക് വായിക്കണത്. വെക്കേഷന് മുന്നേ വായിച്ചതാണ്. എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വായിച്ചത് ജനുവരിയിലാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ബുക്ക് വായിച്ചിട്ടേ ഇല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു വർക്കൗട്ടും അതേപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യാനാട്ടോ വരുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നമ്മളെ ബോഡിയും അതുപോലെ മൈൻഡൊക്കെ കുറേയൊക്കെ കാം ആൻഡ് റിലാക്സ് ആവും. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ക്രിയേറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന്. അപ്പോഴാണ് ഈ ഒരു ബീഡ്സിന്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ ബീഡ്സ് കീചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ്. പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ചെയിൻ ആയാലും ഇതിൻ്റെ വയറായാലും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഡ്സ് കീചെയിൻ ഉണ്ടാക്കാന്ന്. ഇത് ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് ഇൻസ്പോയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. ഞാൻ ബോ കീചെയിനാണ് കേട്ടോ ഉണ്ടാക്കണത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഫുൾ വൈറ്റ് കളറിലെ ബീഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇത് കാണുമ്പോൾ കുറച്ച് ടഫാണെങ്കിലും ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഫസ്റ്റത്തെ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബോ ഉണ്ടാക്കാം. ബോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അടിഭാഗം കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കിനി വീക്ക്ലി 3 ലോങ് വീഡിയോസ് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീക്ക് എനിക്ക് ഫുൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റ് ആയത്. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാം. പിന്നെ കുറച്ച് വീഡിയോ ഐഡിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ബോ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു ബോ നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ചെയിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബീഡുമായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ബ്ലാക്ക് ബാഗിൽ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു പിൻട്രസ്റ്റി ബാഗ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചു നേരം ഉറങ്ങിയിട്ട് ശേഷമാണ് കേട്ടോ ബാക്കി ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫുൾ മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഒരു ഗ്ലൂമി ക്ലൈമറ്റ് ആയിരുന്നു. സോ ഐ തോട്ട് ടു ഡു എ ജേർണൽ. നമുക്കിനി ജേർണൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കി വെക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബീച്ച് തീമിലൊരു ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഞാൻ ജേർണൽ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഈ 2 വാഷ് ടൈപ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തായപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഒന്നൊരു ബ്ലോസം തീമിൽ വരുന്നതും ഒന്നൊരു ഗ്രീൻ ലീഫ് ആ ഒരു തീമിൽ വരുന്നതുമാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു തീം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ചെയ്യാൻ പോണ ജേർണലിൽ എൻ്റെ ഓൺ ക്രിയേഷൻ അല്ല കേട്ടോ. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇൻസ്പോ കണ്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതിലവർ ചെയ്തതിനെക്കാട്ടിയും കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ജേർണലിങ്ങിന്റെ ബേസ് ഞാൻ രണ്ടും ഒരു പേസ്റ്റൽ തീമിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
ഇപ്പൊ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത ആ പോക്കറ്റിലേക്ക് കുറച്ച് മോട്ടിവേഷണൽ വേർഡ്സ് ഉണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ആ വേർഡ്സ് ഒക്കെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജേർണലിന്റെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ചെയ്യാം. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മെയിൻ ആയിട്ട് അതില് കുറച്ച് സെന്റൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജേർണലിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആ സ്പേസിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജേർണലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു വേർഡ്സ് കുറച്ച് വലുതായിട്ടുണ്ട്, ആ ഒരു കുഴപ്പം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ ഇതിന്റെ ഇടക്കാന്നുണ്ടെങ്കിൽ എൻ്റെ താത്താടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഇതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു മാഗി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു വ്ലോഗും കൂടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മഴ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thanks for watching.